അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ എന്ത് ലഞ്ച് ബോക്സിൽ കാക്കും എന്നുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സെല്ല റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റിഹാൻ കോളേജ് തുറന്ന പിന്നെ ഞാൻ റൈസ് ഒന്നും ആക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് റൈസ് ആക്കി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കഴുകിയിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വലിയുള്ളിയും തക്കാളിയും അതുപോലെ ക്യാരറ്റും മല്ലിയില പുതിന പച്ചമുളക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോസൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസായിരുന്നു കേട്ടോ. മോനക്ക് ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് അയാൻകുട്ടിക്ക്. അങ്ങനെ നമ്മളിതാ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി കാണിക്കുക. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വഴിയെ വായിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളിയും തക്കാളിയും ക്യാരറ്റും ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തു. ഞാൻ പൊതുവേ ഇങ്ങനെ ഒന്നിച്ചിട്ട് കൊടുക്കണത് നമ്മൾ പെട്ടെന്നാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ചില സമയത്ത് സമയം ഉണ്ടാവില്ല. പിന്നെ ഞാൻ എല്ലാവരെയും പോലെ പ്രോ കുക്കിംഗ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പോലെ മതി എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് ആയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 എഗ്ഗും മല്ലിയില പുതിന ധാരാളം ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനിയും ചേർത്തുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടെ. അതിലോട്ട് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലയും, ഒരു വലിയ സ്പൂണിൽ ടൊമാറ്റോ സോസും ഇച്ചിരി സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. നമ്മുടെ റൈസ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലോട്ട് ഇച്ചിരി പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു പശപ്പ് ഉണ്ടാവില്ലേ, അതൊന്ന് മാറ്റിയെടുക്കണം. ഞാനിതാ കൊണ്ടുവന്നിട്ട് അതിനൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസ്. അപ്പോൾ ഇതാ വേഗം ഞാൻ അതിനൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ മസാലയൊക്കെ ആയ ശേഷം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പകുതി എടുത്തുള്ളൂ. നമ്മുടെ മസാല എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത ശേഷമല്ലേ അറിയുള്ളൂ. അങ്ങനെ പകുതി റൈസ് എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഈ മസാലയ്ക്ക് ഫുള്ളും റൈസും എടുക്കാൻ പറ്റും. ബാക്കി വന്നു കഴിഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ വന്നാലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കും എന്തായാലും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഇതിലോട്ട് ഇച്ചിരിയും കൂടി റൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ബാക്കിയുള്ള റൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിയില പുതിനയൊക്കെ നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നപ്പോഴാണ് വലിയ ആൾ വന്നിട്ട്, ഇന്ന് ലഞ്ച് കൊണ്ടുപോകണ്ടല്ലോ ജിനിമ, പിന്നെ എന്തിനാ രാവിലെ എണിച്ച് തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നേ എന്നുള്ള വർത്താനം. അവൻ ഇന്നലെ എന്നോട് പറയാൻ മറന്നു അത്രേ ലഞ്ച് കൊണ്ടുപോകണ്ടെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നീ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഞാൻ ഈ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതന്നെ കഴിച്ചിട്ട് നീ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നെ എനിക്ക് കംപ്ലീറ്റ് മൂടും പോയപ്പോൾ ഒരു സമയവും കിട്ടിയില്ല. എല്ലാം കൊണ്ടും ഒരുമാതിരിയായി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല കേട്ടോ. രാവിലെ നേരത്തെ എണീക്കണം ഇനി. അങ്ങനെ ഞാൻ പാല് വന്നപ്പോൾ ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അവനക്ക് ചായ വേണ്ട പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രം മതി. ഇപ്പോൾ ഇനി 1 ലിറ്റർ പാല് മേടിച്ചാലും നമ്മൾ ചായ കമ്മിയായതുകൊണ്ടേ പാലുണ്ടാവും കേട്ടോ. ഇനി മറ്റേ തൈര് ഒഴിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും 100 രൂപയ്ക്ക് പാല് മേടിക്കേണ്ട അവസ്ഥയാണ്. ഞാനൊന്നും ആദ്യം തൈര് കഴിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും തൈര് കഴിക്കും. എല്ലാവരും മീൻസ് ഞാനും ഇപ്പോൾ ഉമ്മ കഴിക്കും. കുട്ടികൾ അങ്ങനെ തൈര് കഴിക്കൂല കേട്ടോ. തൈര് കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അല്ലാണ്ട് തൈരായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും പണ്ട് തൈര് കഴിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു തൈര് കഴിക്കണത്. ഇപ്പോഴാണ് ഞാൻ തൈരിൻ്റെ ബെനിഫിറ്റും ഒക്കെ അറിഞ്ഞ പിന്നെയാണ് തൈര് എങ്ങനെയെങ്കിലുമൊക്കെ കറി ഒഴിച്ചിട്ടോ സാലഡാക്കിയിട്ടോ പിക്കിള് മിക്സ് ചെയ്തിട്ടോ ഉപ്പും പച്ചമുളകും ഇട്ടിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കും. മറ്റേത് തൈര് മാത്രം ഇപ്പോഴും എനിക്ക് കഴിക്കാൻ പറ്റില്ല. സ്വീറ്റ് പൊട്ടാറ്റോ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്.
ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ തലയിൽ ഇടുന്ന ആ ഒരു ഫ്ലവർ ക്രാബ് 2 പൊട്ടിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ സാധാരണ ഒരിതാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ രാവിലെ തന്നെ ജനകീയ കോടതി കേട്ടോ കാണുന്നത്. അഖിൽമാരാറുടെ ആ ഒരു പ്രോഗ്രാമില്ലേ, നിങ്ങളൊന്നും വിചാരിക്കരുത്. അത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അയാൾ അതിൽ പറയണ പോലെ ഭൂമി പിളർന്നൊന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് തോന്നിയതുപോലെ തന്നെയാണ് എനിക്കത് കണ്ടപ്പോൾ. ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വെന്ത ഒരു പീസ് നോക്കിയിട്ട് ഞാൻ അവനക്ക് കൊടുത്തു. ചെറിയൊരു പീസ് മാത്രമേ വെന്തിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അവനക്ക് കൊടുത്തു കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ വീണ്ടും കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. സാധാരണ ഞാൻ ഇഡ്ഡലി വേവിക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിത് വെച്ചത്. ആ ഒരു ടൈം മാത്രം ഞാൻ ജസ്റ്റ് ഒന്നും കൂടിയും കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. പിന്നെ അയൻകുട്ടിക്ക് ഞാൻ ലഞ്ചാക്കാമെന്ന് വിചാരിച്ചു. റിഹാൻ എന്തായാലും കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ അയൻകുട്ടിക്കാക്കി അവൻ്റെ ലഞ്ച് അങ്ങ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. റിഹാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവനക്ക് എന്തോ സ്കൂളിൽ നിന്ന് മോളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കോളേജിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഡ്രസ്സിങ് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് ജീൻസൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടിയും സാറ്റർഡേയിൽ മാത്രമേ ജീൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി കാണാം. അൽഫാം മന്തിനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് അൽഫാം മന്തി അല്ലേ. അപ്പോൾ കുക്കിംഗ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അത് ഹൈ ലെവലിൽ കാണുന്ന മക്കൾ. ഞാൻ ഇവിടെ തട്ടിക്കൂട്ടിയ റൈസ് അവനക്കത് കഴിച്ചപ്പോൾ അൽഫാം മന്തി കഴിക്കണ പോലെ ഫീൽ ചെയ്തു. ഇത്രേ ഞാൻ അതിലോട്ട് ഇതുപോലും ഇട്ടിട്ടില്ല. എന്താ മാഗി ക്യൂബ് പോലും ഇട്ടിട്ടില്ല കേട്ടോ. കള്ളൂടിയന്മാരുണ്ട്, അടുത്ത് പോണ്ട കേട്ടോ. അങ്ങനെ അവനും പോയി, വലിയാളും പോയി, മൊത്തത്തിൽ എല്ലാവരും പോയി. വീട് മൊത്തം കാലിയായ ഒരവസ്ഥ. അപ്പോൾ പിന്നെ എൻ്റെ ഇടുപ്പ് വേദന എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ പഴയ ആ രീതിയിലോട്ട് ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. ആയിക്കൊണ്ട് വരുന്നുണ്ട്. എന്നാലും എണിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി. വെയിറ്റൊന്നും എടുക്കാറില്ല. നോർമലായിട്ട് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുന്നു മാത്രം. അടിച്ചു വാരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ ചൂലൊന്ന് മാറ്റി നോക്കിയതാണ് കേട്ടോ. ഇതാ നിങ്ങൾ തന്നെ കണ്ടോട്ടോ. ഇതുകൊണ്ട് അടിച്ചു വരാൻ എനിക്ക് വയ്ക്കണില്ല അറിയാം. ഇതുകൊണ്ട് അടിച്ചു വരാണ്ടേ ശരിയാവുമായിരിക്കും. ഈ ചൂലും വെച്ച് കഷ്ടപ്പെടുന്ന എന്നെ കണ്ടിട്ട് ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ലടോ ഈ ചൂലിൽ അടിച്ചു വരാൻ. അതെന്താ അങ്ങനെ ശീലമില്ലാഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചൂല് അങ്ങനെ തറയിൽ ഞാൻ അത്രയും കുമിഞ്ഞടിച്ചു വാരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിന്നിട്ട് പോലും അടിച്ചു വാരാറില്ല. കുമിഞ്ഞിട്ട് അടിച്ചു വാരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. പക്ഷേ എനിക്കിത് യൂസ് ചെയ്യാനേ പറ്റുന്നില്ല. നോക്കാം അല്ലേ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് മറ്റേ ചൂലെടുത്തിട്ട് അടിച്ചു വാരി. നിങ്ങൾക്കറിയോ, ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീറ്റ് പൊട്ടാറ്റോയും മുളക് ചമ്മന്തി കേട്ടോ ഞാൻ ഇന്ന് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എഗ്ഗ് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ.
പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റെഡിയാക്കി. മുളക് ചമ്മന്തി ഇന്നലെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്ന് കഴിച്ചത് കേട്ടോ. പിന്നെ ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ഉണ്ടാക്കി, നമ്മുടെ നോർമൽ ചമ്മന്തി ഉണ്ടാക്കി, മുളക് ചമ്മന്തി ഉണ്ടാക്കി. ഉമ്മ ഒരു ദോശ ഉപ്പ് ഒരു ദോശ എത്രേ കഴിക്കുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനത് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കും. വേഗം അപ്പുറത്ത് തേങ്ങ ഇടാൻ ആൾ വന്നേക്കുവാണ് കേട്ടോ. അതാണ് അവിടെ അങ്ങനെ കാണുന്നത്. തേങ്ങയൊക്കെ ഇട്ട് ചാക്കിലാക്കി നമുക്ക് ആ ഒരു പ്ലേസിൽ തന്നെ കൊണ്ടുവയ്ക്കും. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ക്യാഷ് മാത്രം കൊടുത്താൽ മതി. അവർ ചോദിക്കുന്ന പൈസ എത്ര വെച്ചാൽ അത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് നല്ല ഉണക്കമീൻ ചെമ്മീൻ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വേണം കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ വഴുതനങ്ങയൊക്കെ വേണം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ, സെയിം വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഹായ് ജിനി സൂപ്പർ വ്ളോഗ്. ആ വ്ളോഗ് എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ പേര്. സന്തോഷം തോന്നി. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ഉലുവിയിട്ട് പൊടിച്ച് ചെറിയുള്ളിയും പച്ചമുളകും തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്നായ ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസും ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ മഞ്ഞളും മുളകും മല്ലി ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ആയ ശേഷം നമുക്ക് ചെമ്മീനിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊടികൾ ഇടുന്നതിന് മുമ്പും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മതി, ഇച്ചിരി മതി. നല്ല മണമാണ് കേട്ടോ ചേർക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ചെമ്മീനൊന്ന് നന്നായിട്ടൊന്ന് ഈ മസാലയിൽ കിടന്ന് ഒന്ന് വേവട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. അങ്ങനെ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരൊക്കെ തുടങ്ങി, എന്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സദ്യ ഫുള്ളായിട്ട് ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റൂല. ഒന്നാമത് ഓണത്തിന് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. നോക്കട്ടെ, പറ്റുന്ന രീതിയിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. പിള്ളേർക്ക് പിന്നെ സദ്യയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ചിക്കൻ്റെ പീസോ മീനിൻ്റെ പീസോ ഉണ്ടെങ്കിൽ അവർ ഖുഷിയാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ കറിയൊക്കെ തിളച്ച് അതിലോട്ട് വഴുതനങ്ങ ഇട്ട് അതെല്ലാം വെന്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തേങ്ങ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചെറിയൊരു തിള വരുമ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. കുറച്ചും കൂടെ കറിവേപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണക്കമീനും വഴുതനങ്ങ കറി, പാലക്കാട് സ്പെഷ്യൽ അല്ലേ ഇത്, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി നമ്മൾ ഇനി ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് എന്താണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കണം, എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. സൂപ്പർ, ഹായ് ജീനീസ് വ്ളോഗ് സൂപ്പർ. ഇപ്പോൾ വേദന കുറഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നിൽക്കുമ്പോൾ വേദന ഉണ്ട്, ഇല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നൈറ്റ് ഇഞ്ചിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വേദന വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ല. ഡോക്ടറിനെ ഒന്നുകൂടി കാണിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു ഇടുപ്പ് വേദന ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് വരുമോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി റെസിപ്പി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പടച്ചവൻ കാത്ത് രക്ഷിക്കട്ടെ. കണ്ണേർ പറ്റുമായിരിക്കും, പക്ഷെ അത് വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ട്. പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയില്ല. എന്തായാലും നമുക്ക് അതിലൊന്നും കാര്യമായിട്ട് വിശ്വാസമൊന്നുമില്ല കേട്ടോ. കാര്യമായിട്ട് നല്ല പണ്ട് മുതലേ ഇല്ല. മുകളിലോട്ട് നോക്കി മാറാല വന്നിട്ടുണ്ടോ നോക്കുകയാണ്. മാറാല വന്നിട്ടുണ്ടോ ഒക്കെ തട്ടി വൃത്തിയാക്കണം. അടിപൊളി വീഡിയോ എന്ന് പറയുന്നുണ്ട്. കണ്ണേറ് സത്യമാണെന്ന് പറയുന്നുണ്ട്. കണ്ണേറ് സത്യമാണ്. നമ്മുടെ നബിക്ക് കണ്ണേർ പറ്റിയിട്ടുണ്ട്. റബ്ബ് എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ അന്ധവിശ്വാസം നല്ലതുമല്ല. കണ്ണേർ സത്യമാണെന്ന് കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. കണ്ണേർ വിശ്വാസമില്ല, ഞാനും നിങ്ങൾ അതേമാതിരിയാണ്, ഞാൻ പഠിച്ചവനെ പേടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഹായ് സൂപ്പർ, സാരമില്ല മാറിക്കോളും, അടിപൊളി ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ ഉമ്മയും ഉപ്പയും പുറത്ത് പോയപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന്
ഒരു ബക്കറ്റിലോട്ട് മാറ്റണം. എനിക്കൊരു കോള് വന്നിരിക്കുകയാണ് കേട്ടോ. കോളിൽ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ എഗ്ഗ് നമ്മൾ ട്രേ ആയിട്ട് ലുലുവിൽ നിന്ന് മേടിച്ചിരുന്നു. കുറച്ച് നമ്മളതിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ ട്രേ എടുത്ത് പുറത്ത് കളഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ഈ ബക്കറ്റിലാണ് സാധാരണ ബേക്കറി എന്തെങ്കിലുമൊക്കെ വെക്കാറ്. അപ്പോൾ അതിൽ കോഫി പൗഡർ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലോട്ട് നമ്മൾ ചിപ്സ്, ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴാണ് ഡയറ്റ് എടുക്കണ ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും വീട്ടിൽ. അതാണ് ഒരു വല്ലാത്ത അവസ്ഥ. പക്ഷെ ഞാൻ ഒരു ജിലേബി കഴിച്ചു കേട്ടോ. ചിപ്സ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും ഒരു സെൽഫ് കൺട്രോൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മാറാണ്ട് ഇപ്പോൾ എനിക്ക് ആ വഴിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ സെലിബ്രേഷന് പോകണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിന് മുമ്പായിട്ട് എല്ലാം സെറ്റാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ തൈരൊക്കെ ആക്കാനുണ്ട് എന്നുള്ളത്. ഇതാണ് പാൽപ്പാട, അതായത് ക്രീം, ഫ്രഷ് ക്രീം എന്ന് പറയില്ലേ നമ്മൾ, അത് മാറ്റി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബട്ടറും നെയ്യും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 പാത്രത്തിൽ പാലുണ്ടായിരുന്നു. അതിനൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കും കേട്ടോ. നല്ല തണുപ്പ് കാലമാകുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇതാ ഇത്രയും ക്രീം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇപ്രാവശ്യം. ഇനി ഇതിനെ നമുക്ക് നെയ്യും ബട്ടറൊക്കെ ആക്കണം. ഞാനിത് നിറയട്ടെ എന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചു. നമ്മൾ കൈ ഇങ്ങനെ തൊടുമ്പോഴുള്ള ചൂടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റിയിട്ട് ഇതിലോട്ട് വലിയ 2.5 സ്പൂണ് കട്ടത്തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിക്ക് വരും. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നൈറ്റ് ആകുമ്പോഴത്തേക്കും തൈര് റെഡി കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ തൈര് ഉണ്ടാക്കാറ്. കറണ്ട് പോയിരിക്കുകയാണ് ഇവിടെ. ഈ റൂമിൽ മാത്രമേ ഉള്ളൂ പവർ പോയി കഴിഞ്ഞാൽ UPS ഇല്ലാത്തത്. കാരണം മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഉള്ള റൂം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ റൂമിൽ പവർ കട്ടാവും കേട്ടോ. ബാക്കിയുള്ള റൂമിലൊക്കെ UPS ഉള്ളതുകൊണ്ട് നമുക്ക് വെളിച്ചവും ഫാനും ഒക്കെ യൂസ് ചെയ്യാം. TV നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് ഇന്ന് കുക്ക് ചെയ്യാനുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് പോയി എടുത്തിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലെ വെച്ച വെണ്ടയ്ക്ക പുളി കറിയും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ബീൻസ് ഉപ്പേരി വയ്ക്കാൻ പോവാണ്. ഇനിയിപ്പോൾ എന്താണ് നോക്കട്ടെ, പുതിയ കമൻസ് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിലും നമുക്കത് വായിച്ച് ഇങ്ങനെ നമ്മുടെ വ്ളോഗ് കൊണ്ടുപോകാമല്ലോ അല്ലേ. പിന്നെ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചൂടെ, എന്തോ അടക്കം പറയണ കൂട്ടുണ്ട്, ആർക്കോ വേണ്ടി ചെയ്യണ പോലെ എന്ന്. എന്താ മുത്തേ അങ്ങനെ പറയണ? അങ്ങനെയൊന്നുമില്ല കേട്ടോ, അടക്കമൊന്നും പറയല്ല. പിന്നെ ഞാൻ ചില വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ വോയിസ് ഓവർ കൊടുത്ത വീഡിയോ ഉണ്ടാവും. അതിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ നെയ്യ് എടുക്കണ വീഡിയോ സൂപ്പറാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി നെയ്യ് എടുക്കാനായി. പിന്നെ ഇപ്പോൾ വേദന കുറവുണ്ട്, അത് നമ്മൾ വായിച്ചു. പിന്നെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ചേട്ടൻ നമുക്ക് ഇളനീര് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലുള്ള അടപ്പ് പോലത്തെ സാധനമല്ലേ, അത് മാത്രം കട്ട് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ അത് ഉമ്മ കട്ട് ചെയ്തിട്ട് തരും. എനിക്ക് പിന്നെ ഇളനീര് കട്ട് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടില്ല അതുവരെ. അറിയാത്ത കുഴപ്പമാണോ നോക്കാത്ത കുഴപ്പമാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഉള്ളിൽ സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ കാമ്പ് മൊത്തം എടുത്തു. വെള്ളം കുടിച്ച ശേഷം നല്ല വെള്ളമായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ചുറുചുറുപ്പുള്ള വെള്ളം, സ്പ്രൈറ്റൊക്കെ കുടിക്കുന്ന അതേ ഫീലാണ് കേട്ടോ നമുക്ക് ആ വെള്ളത്തിന്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ചോറ് കുക്കറിൽ വെച്ചു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഗ്യാസിൽ തന്നെ വെച്ചത് കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് തേങ്ങക്കെട്ട് ബീൻസ് ഉപ്പേരി അവിടെ സെറ്റാക്കി. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതാണ്, സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇളനീരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, നല്ല ടേസ്റ്റുള്ള, പക്ഷേ വെള്ളം ഭയങ്കര കുറവായിരുന്നു. ഒരു ഗ്ലാസ് പോലും കിട്ടിയൊന്നും ഡൗട്ടാണ്. അത്രയും കുറവായിരുന്നു കേട്ടോ വെള്ളം. എന്നാലും കിട്ടിയത് കൊണ്ട് പിന്നെ ആ തേങ്ങയും കഴിച്ചു. ഇളനീരായതുകൊണ്ട് അതിൻ്റെ കാമ്പ് ഭയങ്കര പിഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മേടിച്ചിട്ട് വന്ന ഫിഷിന് ഞാൻ ഇങ്ങനെയായിരുന്നു മസാല കൂട്ടിയത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനീഗർ, വെളിച്ചെണ്ണ. നമ്മുടെ കോമൺ മസാലയാണ്. എല്ലാ മീനിനും സെറ്റാവണ മസാല കേട്ടോ അത്. ചെമ്പല്ലിക്കൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ മസാല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. വിനീഗർ ഞാൻ ഒഴിക്കാൻ കാരണം മീൻ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളിതുപോലെ എല്ലാ കഷ്ണങ്ങളും അങ്ങ് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം എടുത്ത് വറുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കഷ്ണം നമുക്ക് ഓവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 2 നേരം ഫുഡൊക്കെ കഴിക്കുക. പൊതുവേ ഇനിയിപ്പോൾ കഴിക്കൽ കമ്മിയായിട്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇനിയിപ്പോൾ എന്താ പറയാൻ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ശരി, ബൈ. ഓക്കെ, ബൈ.